പിങ്ക് ടെസ്റ്റിന്റെ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസിൽ നിൽക്കുന്നു. ഇപ്പോഴും ഇന്ത്യ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് മറികടക്കുന്നതിന് 29 റൺസ് പിറകിലാണ്. ഇന്ത്യക്ക് ജയ്സ്വാൾ, രാഹുൽ, ഗിൽ, കോഹ്ലി, രോഹിത് എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത്. 7 റൺസ് എടുത്ത രാഹുലിന് തുടക്കത്തിൽ തന്നെ നഷ്ടമായി. ഇതിനുശേഷം ജയ്സ്വാൾ ആക്രമിച്ചു കളിച്ച് റൺസ് നേടി എങ്കിലും 24 റൺസിൽ നിൽക്കെ ബോളണ്ടിന് മുന്നിൽ ജയ്സ്വാൾ വീണു. 11 റൺസ് എടുത്ത കോഹ്ലിയും ബോളണ്ടിന്റെ പന്തിലാണ് പുറത്തായത്. 28 റൺസ് എടുത്തു നിൽക്കെ ശുഭ്മൻ ഗില്ലിനെ സ്റ്റാർക്ക് ബൗൾഡ് ആക്കിയതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലായി. പിന്നാലെ വന്ന രോഹിത് ശർമ്മ വീണ്ടും നിരാശപ്പെടുത്തി. 6 റൺസ് മാത്രമാണ് ക്യാപ്റ്റൻ നേടിയത്. ഇപ്പോൾ 28 റൺസുമായി പന്തും 15 റൺസുമായി നിതീഷുമാണ് ക്രീസിൽ ഉള്ളത്. നേരത്തെ 86-1 എന്ന നിലയിൽ കളി പുനരാരംഭിച്ച ഓസ്ട്രേലിയയ്ക്കും സ്വിനിയെയും സ്മിത്തിനെയും പെട്ടെന്ന് നഷ്ടമായി. ഇരുവരെയും ബുംറ ആണ് പുറത്താക്കിയത്. മക്വീനെ 39 റൺസ് എടുത്തപ്പോൾ സ്മിത്ത് 2 റൺസ് മാത്രമേ എടുത്തുള്ളൂ. ഇതിനുശേഷം ലബുഷാനെയും ട്രാവിസ് ഹെഡും ചേർന്ന് അനായാസം ഇന്ത്യൻ ബൗളർമാരെ നേരിട്ടു. ലബുഷാനെ 126 പന്തിൽ നിന്ന് 64 റൺസുമായി നിതീഷ് റെഡ്ഡിയുടെ പന്തിൽ പുറത്തായി. രണ്ടാം സെഷനിൽ കൂടുതൽ അറ്റാക്കിലേക്ക് മാറിയ ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. 111 പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ട്രാവിസ് ഹെഡ് 141 പന്തിൽ നിന്ന് 140 റൺസ് എടുത്താണ് പുറത്തായത്. സിറാജ് ആണ് ഹെഡിനെ പുറത്താക്കിയത്. 15 റൺസ് എടുത്ത അലക്സ് കാരിയെയും സിറാജ് തന്നെ പുറത്താക്കി. 9 റൺസ് എടുത്ത മിച്ചൽ മാർഷ് അശ്വിന്റെ പന്തിലും പുറത്തായി. ഡിന്നർ ബ്രേക്കിന് തൊട്ടുമുമ്പ് ബുംറ കമ്മിൻസിനെ പുറത്താക്കി. മൂന്നാം സെഷനിൽ തുടക്കത്തിൽ തന്നെ സിറാജ് 18 റൺസ് എടുത്ത് സ്റ്റാർക്കിനെ പുറത്താക്കി. പിന്നാലെ ബോളണ്ടിനെയും സിറാജ് പുറത്താക്കി. ബുംറ ഇന്ത്യക്കായി 4 വിക്കറ്റ് എടുത്തപ്പോൾ സിറാജും 4 വിക്കറ്റ് വീഴ്ത്തി. നിതീഷ് റെഡ്ഡി, അശ്വിൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി.